ഒരു കാലത്ത് അച്ഛൻ പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്ന ഇടത്തേക്ക് ഇന്നും മകൻ മുനിസിപ്പൽ ചെയർമാനായി സ്ഥാനമേറ്റിരിക്കുന്നു. ഇനി കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ പി സോമരാജൻ. അറിയണം അദ്ദേഹത്തെക്കുറിച്ച്. കെ ലൈവ് സ്റ്റോറിയിലൂടെ കാണാം. 1960കളിൽ വർണ്ണ വർഗ ജാതി വിവേചനത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് സന്ധിയില്ലാ സമരത്തിലേർപ്പെട്ട ഒരു പഴയ പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ടായിരുന്നു, ടി പൽപ്പു. കേരളത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ കർമ്മനിരതനായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം 1985 മുതൽ 87 വരെ കരുനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടാണ് സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. ടി പൽപ്പുവിന്റെ 9 മക്കളിൽ 4ാമത്തെ മകനായി ജനിച്ച പി സോമരാജൻ ഇനി അച്ഛന്റെ ഓർമ്മകൾ നിലയ്ക്കാത്ത ആ പഴയ പഞ്ചായത്തിലേക്ക്, ഇന്നത്തെ നഗരസഭയിലേക്ക് പടികയറുകയാണ്. 21ാമത്തെ വയസ്സിൽ സർക്കാർ ജോലി നേടിയ വ്യക്തിയാണ് പി സോമരാജൻ. 1982 അന്ന് ആ കാലത്ത് നടന്ന PSC ടെസ്റ്റിൽ കൊല്ലം ജില്ലയിൽ നിന്ന് 2ാം റാങ്ക് നേടി മുന്നേറിയ വ്യക്തി. പിന്നെ സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ടായിരുന്നു. SN പോളിടെക്നിക്, അവിടെ 4 വർഷത്തെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠനം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ജോലി ലഭിക്കുന്നത്. അങ്ങനെ 2ാമത്തെ വർഷം പൂർത്തിയാകുമ്പോൾ അദ്ദേഹം സർക്കാർ ജോലിയിലേക്ക് പ്രവേശിച്ചിരുന്നു. ഇത്ര ചെറിയ പ്രായത്തിൽ PSC വഴി അദ്ദേഹത്തിന് എങ്ങനെ ഗവൺമെന്റ് ജോലി ലഭിച്ചു? അതിന് ഒറ്റുത്തരമേ ഉള്ളൂ: പുള്ളിമാൻ ലൈബ്രറി. അവിടുത്തെ ആദ്യത്തെ ലൈബ്രറിയനായിരുന്നു പി സോമരാജൻ, വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ. ആ കാലഘട്ടത്തിൽ അദ്ദേഹം 1000-ലേറെ പുസ്തകങ്ങൾ വായിച്ചു എന്നുള്ളതാണ്. ആ വായനാശീലം തന്നെയാണ് അദ്ദേഹത്തിന് മികച്ച നിലയിൽ PSC എഴുതി റാങ്ക് നേടാൻ കഴിഞ്ഞതും. അതുപോലെ ഇന്നും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു ലൈബ്രറി, മനോഹരമായ ഒരു ലൈബ്രറി കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാലഘട്ടത്തെയാണ് രേഖപ്പെടുത്തുന്നത്. 1982 കുഴിത്തുറ ഫിഷറീസ് ഹൈസ്കൂളിൽ LD ക്ലാർക്കായി പ്രവർത്തിച്ചുകൊണ്ട് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. നീണ്ട 13.5 വർഷക്കാലത്തെ സർവീസിന് ശേഷം കരുനാഗപ്പള്ളി AEO, ലാംഗ്വേജ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്ററിൽ ഹെഡ് ക്ലാർക്ക്, തിരുവനന്തപുരം GV രാജ സ്പോർട്സ് സ്കൂളിൽ ജൂനിയർ സൂപ്രണ്ട്, 2002 വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ ഡയറക്ടറുടെ PA ആയി സംസ്ഥാന അധ്യാപക പരിശീലന ഗവേഷണ സമിതിയിൽ, പിന്നീട് തിരുവനന്തപുരം സൗത്ത് AUയിൽ സീനിയർ സൂപ്രണ്ട്, ശേഷം 5.5 വർഷക്കാലം പരീക്ഷാ ഭവനിൽ ജൂനിയർ സൂപ്രണ്ടായി നിയമിതനായി. 2011 കരുനാഗപ്പള്ളി AUയിൽ സീനിയർ സൂപ്രണ്ട്, വയനാട് DDയിൽ അക്കൗണ്ട് ഓഫീസർ, വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന CMATന്റെ സബ്ജക്ട് എക്സ്പെർട്ടായി പ്രവർത്തിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിന്റെ വിവിധ വകുപ്പുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി സർക്കാർ ഉദ്യോഗസ്ഥർക്കും അധ്യാപകർക്കും മികച്ച പരിശീലനം നൽകി. പിന്നീടുള്ള കാലം സംസ്ഥാന പാഠപുസ്തകാഫീസിൽ പാഠപുസ്തകാഫീസർ എന്ന ആ വകുപ്പിന്റെ തലവനായി സമാനതകളില്ലാത്ത പ്രവർത്തനം കാഴ്ചവെച്ച് 2017 ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്നു. 35 വർഷക്കാലത്തെ പി സോമരാജന്റെ ഔദ്യോഗിക കാലം അത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുടേതായിരുന്നു, നീതിയുടേതായിരുന്നു. ഈ റിട്ടയർമെന്റ് കാലം അദ്ദേഹം ഏറ്റവും അധികം ജീവനോളം സ്നേഹിക്കുന്ന സ്വന്തം പാർട്ടി കോൺഗ്രസിനോട് ചേർന്ന് നിന്ന് അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനം സജീവമാക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം ടൗൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി. ഇന്നിപ്പോൾ 9ാം ഡിവിഷനിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് നഗരസഭയിലേക്ക്. ഇനി പി സോമരാജൻ നയിക്കുന്ന കരുനാഗപ്പള്ളി നഗരസഭ ചെയർമാൻ പി സോമരാജൻ. കെ ലൈവ് സ്റ്റോറി വിത്ത് നിയാസ് ഈ കുട്ടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈസ് ലൈഫ് സ്റ്റൈൽ ജുവലറി. കരുനാഗപ്പള്ളിയിലെ ആദ്യത്തെ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾക്ക് മാത്രമായുള്ള എക്സ്ക്ലൂസീവ് ഷോറൂം ഹൈസ്, മഹാദേവ ടെമ്പിളിന് തെക്കുവശം, കരുനാഗപ്പള്ളി.